അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്നാസലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫതഹ് ചിഹ്നം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ ഉപയോഗം എന്താണ് എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിഹ്നങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം പഠിച്ച ചിഹ്നമാണ് ഫതഹ്. അപ്പോൾ ഫതഹ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് പഠിച്ചത്? ആ എന്ന് വായിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ് പഠിച്ചത് അല്ലേ? ഫതഹിട്ട ഒരു അക്ഷരത്തിനെ ആ സൗണ്ടോടു കൂടിയാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത്. അലിഫിന് ഫതഹിട്ടാൽ നമ്മൾ എന്ത് വായിക്കും? ആ എന്ന് വായിക്കും. ബാഇന് ഫതഹിട്ട ബാഇൻ്റെ സൗണ്ടിനൊപ്പം ആ സൗണ്ട് കൂടി ചേർത്ത് ബ എന്ന് വായിക്കും. ആ, ബ. അതുപോലെ താഇന് ഫതഹിടുമ്പോൾ ത, സാഇന് ഫതഹിടുമ്പോൾ സ, ജീമിന് ഫതഹിടുമ്പോൾ ജ, ഹഇന് ഫതഹിടുമ്പോൾ ഹ, ഖ, ദ, റ, റ, സ, സ, ഷ, സ്വ, ള, ത്വ, ള, അ, ള, ഫ, ഖ, ക, ല, മ, ന, ഹ, വ, യ. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനൊപ്പം ആ സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫതഹ് ഉപയോഗിക്കുന്നത്. ഫതഹ് എങ്ങനെ എഴുതുന്ന? അക്ഷരത്തിൻ്റെ മുകളിൽ ചെറിയൊരു വര പോലെയാണ്, ചരിഞ്ഞ വര പോലെയാണ് നമ്മൾ ഫതഹ് എഴുതുന്നത്. ഒന്നും കൂടി വായിച്ചു നോക്കിയേ. ആ, ബ, ത, സ, ജ, ഹ, ഖ, ദ, റ, റ, സ, സ, ഷ, സ്വ, ള, ത്വ, ള, അ, ള, ഫ, ഖ, ക, ല, മ, ന, ഹ, വ, യ. ഒന്നും കൂടി വായിച്ചേ. ആ, ബ, ത, സ, ജ, ഹ, ഖ, ദ, റ, റ, സ, സ, ഷ, സ്വ, ള, ത്വ, ള, അ, ള, ഫ, ഖ, ക, ല, മ, ന, ഹ, വ, യ. അപ്പോൾ ഈ അക്ഷരങ്ങളെല്ലാം ഫതഹ് ചേർത്ത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഈ അക്ഷരങ്ങൾ ഇത്രയും വായിക്കേണ്ടത് എങ്ങനെയെന്ന് വീഡിയോ കണ്ട് പഠിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.